ആരും കുറച്ച് ദിവസമായിട്ടോ പറയാൻ തുടങ്ങിയിട്ട് ബിരിയാണി വേണം, ബിരിയാണി സ്കൂളിൽ കൊണ്ടുപോകാനും ബിരിയാണി ഉണ്ടാക്കി തായോന്ന്. ഞാൻ ആര്യന് ആഴ്ചയിൽ ഒരിക്കൽ എന്ന് പറയണ പോലെ സ്കൂളിലേക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തയക്കാറുള്ളതാണ്. അവൻ്റെ സ്കൂളിലേക്ക് വെജിറ്റബിൾസ് മാത്രമേ പറ്റുള്ളൂ. ഇത് വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾ ബിരിയാണിയാണോ പുലാവാണോ എന്തെന്നെ ആയാലും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സംഭവം ഉണ്ടാക്കാറ്. ഞാൻ വെജിറ്റബിൾ ബിരിയാണി എന്നാണ് പറയാറ്. ഇതുണ്ടാക്കുന്ന ദിവസം എനിക്ക് പെട്ടെന്ന് പണി തീരുന്ന പോലെ തോന്നും. കാരണം ഇത് കാലത്ത് വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കും ഇത് തന്നെ മതിയല്ലോ. വേറെ കറി അങ്ങനെയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ തൈരാണെന്ന് വെച്ചെങ്കിൽ അവന് ഇഷ്ടമല്ല, അപ്പോൾ അതും കൊടുത്തയക്കില്ല. അവന് ഇങ്ങനെ തന്നെ ഇത് മാത്രം മതി, ഇത് മാത്രമായിട്ട് അവൻ കഴിച്ചോളും. ഞാനും സിയമോളും കഴിക്കുമ്പോൾ കുറച്ച് തൈരൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുക. ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ശനിയാഴ്ച ആരിന് ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പോൾ ആരിന് ഞാൻ ഇതാണ് കൊടുത്തയച്ചിട്ടുള്ളത്. ഇതുണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. ഉള്ളി വഴറ്റുക, പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു ടേസ്റ്റിന് മാത്രം. പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് തക്കാളി പേസ്റ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഇടുന്നുണ്ട് വെച്ചെങ്കിൽ വെജിറ്റബിളും കൂടി ഇട്ടിട്ട് കഴുകി വെച്ചിട്ടുള്ള അരിയും കൂടി ചേർക്കുക. എന്നിട്ട് പിന്നെ ഒരു 20 മിനിറ്റ്, എനിക്കിവിടെ 20 മിനിറ്റ് ആകുമ്പോൾ കറക്റ്റ് വേവിൽ കിട്ടും കേട്ടോ. വിസിലൊന്നും വരേണ്ട ആവശ്യമില്ല. ഞാൻ വളരെയധികം ഗ്യാസ് കുറച്ചിട്ടാണ് വെക്കുക, തീരെ സിമ്മിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ബിരിയാണി അവിടെ റെഡിയായി വരുമ്പോഴേക്കും പൈനാപ്പിൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. 2-3 ദിവസമായി. ഇനിയും അത് ഇരുന്നിട്ടുണ്ട് വെച്ചെങ്കിൽ നാശമായി പോകും. ഞാൻ വേഗം അതെടുത്തിട്ട് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് ആരിന് സ്കൂളിലേക്ക് കൊടുത്തയക്കാമല്ലോ. പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്ത് കഴിക്കും ചെയ്യാം. പിന്നെ അതിൻ്റെ ഈ കട്ട് ചെയ്ത് മാറ്റണത് എന്താ ഇവിടെ മൂക്ക് അങ്ങനെ എന്തോ പറയും. ആ സംഭവമൊക്കെ ഞാനാണ് കേട്ടോ കഴിക്കുന്നത്. അത് കഴിച്ചാൽ ചിലവർക്ക് ചൊറിച്ചിലുണ്ടാവും എന്ന് പറയുന്നത് കേട്ടിട്ട് അപ്പോൾ ഞാൻ കുട്ടികൾക്കത് കൊടുക്കാറില്ല. ആദ്യമൊന്നും ഞാൻ കഴിച്ചിരുന്നില്ല, ഇപ്പം ഞാൻ അതൊക്കെ കഴിക്കും. ആരിന് കൊണ്ടുപോകാനുള്ളത് കുറച്ച് മുളകും ഉപ്പും കൂടിയിട്ട് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കോളിഫ്ലവർ വാങ്ങിയിട്ട് ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് എളുപ്പമല്ല, അത് എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. 20 മിനിറ്റ് ആയപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആവിയൊക്കെ പോയതിന് ശേഷം ഞാൻ അത് ഇളക്കിയിട്ട് വെക്കുകയാണ്. കോളിഫ്ലവർ കട്ട് ചെയ്തിട്ട് ഞാനത് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കുറച്ച് നേരം അവിടെ വെക്കും കേട്ടോ. ഇനി അതിലെന്തെങ്കിലും പുഴുവൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. ആരിനെ കൊണ്ടാക്കാനുള്ള സമയമായപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അത് ആര്യനും അമ്മയും കൂടിയിട്ട് പോണത് ഞാനിങ്ങനെ ആര്യൻ്റെ കൺമുന്നിൽ നിന്ന് മറയണ വരെ ഞാൻ അങ്ങനെ നോക്കിക്കോട്ടോ. അവർ പോയതിൻ്റെ ശേഷം ഞാൻ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. സിയമോൾ നല്ല ഉറക്കുക. അപ്പോൾ സിയമോളുടെ അടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ശേഷം കുറച്ച് നേരം പോയി കിടന്നു കേട്ടോ. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം അവളുടെ കൂടെ കിടക്കാതെ കരുതിയിട്ട് അങ്ങനെ കിടക്കുകയാണ്.